അങ്ങനെ സിനിമ റിലീസ് ചെയ്യുന്നത് ഒരു വിഷു കാലത്താണ്. ഏപ്രിൽ 18 പടം റിലീസ് ചെയ്യുന്ന ഏപ്രിൽ 14. പക്ഷേ അന്ന് ബാലചന്ദ്രൻ സാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റ് സിനിമകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നടീനടന്മാരുടെ സാന്നിധ്യമുണ്ട്. ഇത് മൊത്തം തൻ്റെ ചുമലിൽ മാത്രം ഉള്ള ഒരു സിനിമയായി മാറുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആവുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം ഗുരുതരത്തിൻ്റെ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ബാലചന്ദ്രൻ മേനോൻ സാറ് ഈ ഡബ്ബിങ് തിയേറ്ററിൽ വന്ന് ഞാനിതല്ല പറഞ്ഞത്, ഈ ഡയലോഗ് എല്ലാം, അങ്ങനെ ഒരുപാട് തർക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട്. അപ്പം ഏപ്രിൽ 18 അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഡയലോഗ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ടേപ്പ് റെക്കോർഡർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇടയ്ക്ക് അതിൻ്റെ രസം, ഈ ഇടയ്ക്ക് ബാലചന്ദ്രൻ സാർ കഴിഞ്ഞ ന്യൂ ഇയറിന് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. പുള്ളി ന്യൂ ഇയർക്ക് എന്തെങ്കിലും ന്യൂ ഇയർ ഗ്രീറ്റിങ്സ് ആയിട്ട് കാർഡ് അയക്കുന്നതിന് പകരം ഒരു ഫോട്ടോ എന്തെങ്കിലും അയക്കും. അപ്പോൾ ആ ഫോട്ടോയിൽ ഞാനിങ്ങനെ ഒരു ടേപ്പ് റെക്കോർഡ് പിടിച്ച് നിൽക്കുന്നു, അതിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ സാർ എൻ്റെ തോളിൽ കൈ വെച്ച് നിൽക്കുന്നൊരു ഫോട്ടോ അയച്ചു തന്നു. എൻ്റെ എല്ലാ ഫോട്ടോ ഇല്ലായിരുന്നു അന്ന്. അദ്ദേഹം എനിക്കൊന്ന് ഏപ്രിൽ 18 ആൽബത്തിൽ നിന്നൊന്നും എടുത്ത് അയച്ചു തന്നാണ്. അപ്പോൾ ഈ ടേപ്പ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതോടൊപ്പം ബാലചന്ദ്രൻ സാറിൻ്റെ സിനിമകളിൽ ഒരു റിപ്പോർട്ട് ബുക്ക് ഉണ്ടാവും. സാറിന് റിപ്പോർട്ട് പേപ്പറിൽ എഴുതി പോകുന്നതാണ്, ഓരോ ഷോട്ട് ടേക്ക് ചെയ്ത് ഓക്കെ എന്നുള്ളതൊക്കെ. ഇത് അതിനുവേണ്ടി ഒരു പേജുള്ളൊരു ബുക്കുണ്ടാവും. ആ ബുക്കിലാണ് ആ ഷോട്ടിൻ്റെ ഡയലോഗ്സ് എഴുതി വയ്ക്കുന്നത്. അതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് അപ്പോൾ കേട്ടിട്ട് എഴുതി വയ്ക്കും. അതൊക്കെ ഇങ്ങനെ പുള്ളി തർക്കിക്കും, ഞാനൊന്നുമല്ല പറഞ്ഞതെന്നൊക്കെ പറയും. അപ്പം ഞാൻ എന്തായാലും ചെയ്തതെന്ന് വെച്ചാൽ ഈ റെക്കോർഡ് ചെയ്തിട്ട്, അപ്പോൾ രാത്രി 9 മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞാലും എപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാലും നേരെ മുറിയിൽ പോയി കുളിച്ചിട്ട് അന്ന് റെക്കോർഡ് ചെയ്തത് കംപ്ലീറ്റ് പുള്ളിയില്ലാതെ ആ ഓരോ പേജുകളിലും കൃത്യമായിട്ട് എഴുതി വയ്ക്കും. എഴുതി വയ്ക്കുന്നത് മാത്രമല്ല, അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആയിരുന്നു. അപ്പം എനിക്ക് തന്ന ആ ടേപ്പ് റെക്കോർഡറിൽ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു, 0 to. അപ്പം നമുക്ക് ഓരോ അപ്പം ഒരു ഡയലോഗ് ഏത് പേജിലാണ്, അത് ഏത് കൗണ്ടിലാണ് വരുന്നത്, ആ കാസറ്റിലെ കൗണ്ടും കൂടെ ഞാൻ ആ ബുക്കിൽ എഴുതി വെച്ചു. അതെനിക്ക് ജീവിതത്തിൽ ഒരു വലിയ ഗുണം കിട്ടിയ കാര്യമാണ്. ഡബ്ബിങ് സമയത്ത് ഇതുപോലെ വന്നപ്പോൾ ചിത്രാഞ്ജലിയിൽ അന്ന് ഹരി എന്ന് പറഞ്ഞ ആളാണ് റെക്കോർഡിസ്റ്റ്. അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെയൊക്കെ ഒരുപാട് പടങ്ങൾ മിക്സ് ചെയ്യുകയും ഒരുപാട് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ബാലചന്ദ്രൻ മേനോൻ സമയത്ത് വലിയ അടുപ്പമാണ്. പ്രശ്നം ഗുരുതര സമയത്ത് ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. ഞാനുമായിട്ട് നല്ലൊരു അടുപ്പമായി. കൊല്ലത്തുകാരനാണ്. അപ്പോൾ ഞാൻ ഹരി എടുത്ത് പറഞ്ഞപ്പോൾ ഹരി എപ്പോഴും പറയും ഇങ്ങനെ, ബാലചന്ദ്രൻ മേനോൻ സാർ ഈ ഡയലോഗിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഹരി, ഞാനിങ്ങനെ ഏപ്രിൽ 18 ഡയലോഗ്സ് ഈ എല്ലാ സീനിൻ്റെയും ഷോർട്ട് വൈസ് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല തമ്പി, പുള്ളി വേണം വന്നാൽ വീണ്ടും തർക്കിക്കും. പിന്നെ അത് വെറുതെ പറയും. ഞാൻ വേണ്ടി കാര്യം ചെയ്യാം, നമുക്കൊരു പരീക്ഷണം. അപ്പോൾ റീല് പോലെയാണത് ഓടുന്നത്. ഞാൻ പറഞ്ഞ അപ്പോൾ അവിടെ ചിത്രാഞ്ജലിയിൽ ഒരു ടേപ്പ് റെക്കോർഡുണ്ട്, അതും ഈ കൗണ്ട് ഉള്ളതാണ്. ഞാൻ പറഞ്ഞ ഹരി, ഞാൻ കൗണ്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കാസറ്റിൻ്റെ ഓർഡർ എഴുതി, കാസറ്റ് നമ്പറും എല്ലാം എഴുതിയിട്ടുണ്ട്, ഏതൊക്കെ ദിവസമാണ് ഷൂട്ട് ചെയ്തത് അതൊക്കെ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കൗണ്ട് ഇതിട്ടിട്ട് ഒന്ന് നമുക്ക് പിക്ചറിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞാൽ സിങ്കാവില്ല. കാരണം ടേപ്പ് റെക്കോർഡിൻ്റെ സ്പീഡ് വ്യത്യാസമാണ്, ഫിലിമിൻ്റെ സ്പീഡ് വ്യത്യാസമാണ്, അത് ഒരിക്കലും സിങ്കാവില്ല. ഞാൻ ഒന്ന് ഇട്ട് നോക്കാം, ചിലപ്പോൾ അത്യാവശ്യം സിങ്കാവണമെങ്കിലോ എന്നാൽ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഹരിയും കൂടെ ചേർന്നിട്ട് ഈ ടേപ്പ് റെക്കോർഡറിൽ ഈ കൗണ്ട് വെച്ചിട്ട് അതനുസരിച്ച് ഒരു റീലിട്ട്, അപ്പോൾ ആ ഏത് സീനിൽ ആ റീലിൽ എവിടെയാണ് വരുന്നതെന്ന് ടേപ്പ് റെക്കോർഡിൽ അറിയാം. ആ കൗണ്ട് ഫോർവേഡ് ചെയ്ത് ആ കൗണ്ട് കൊണ്ട് വെച്ചിട്ട് ഈ റീലും ആ പോയിൻറ്റും കറക്റ്റായിട്ട് പ്ലേ ചെയ്ത് നോക്കി. ഒരു 3-4 പ്രാവശ്യം പ്ലേ ചെയ്ത്, ആദ്യത്തെ പ്രാവശ്യം തെറ്റ് വന്നു, ഒരു കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പ്ലേ ചെയ്തപ്പോൾ ആൾമോസ്റ്റ് കറക്റ്റായിട്ട്, അതായത് പറയുന്ന ലിപ്പ് വരുമ്പോൾ അതിനകത്ത് ഈ സൗണ്ടും കൂടെ മിക്സായി വരുന്ന രീതിയിലേക്ക് ഏകദേശം എത്തി. അപ്പോൾ ഹരി പറഞ്ഞ് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മേനോൻ സാർ ഡബ് ചെയ്യാൻ വന്നു. പതിവ് പോലെ മേനോൻ സാർ ഒന്ന് റീലൊക്കെ കണ്ടിട്ട് ശരി ഡയലോഗ് എന്താണെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ അതിനകത്ത് റിപ്പോർട്ടിൽ ചെയ്തില്ല, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര തർക്കമായി. അപ്പോൾ ഹരി ഇങ്ങനെ ഗ്ലാസ്സിനകത്തുനിന്ന് കാണാം ഹരി ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഹരി അവിടെ നിന്ന് ഈ ടേപ്പ് റെക്കോർഡ് അതേ ഇതിലിട്ടിട്ട് പ്ലേ ചെയ്തു. അപ്പോൾ നോക്കിയപ്പം മേനോൻ സാർ പറയുന്ന ഡയലോഗ്, അതായത് ഇപ്പോഴൊക്കെ അത് പുതുമയായിരിക്കും, കാരണം ഇപ്പം എല്ലാത്തിലും പൈലറ്റ് ട്രാക്കും എല്ലാം ഉണ്ട്. നമ്മൾ ഡബ്ബിങ് സമയത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ആ ഡയലോഗ്സ് എല്ലാവരും കൂടെ കേട്ടാണ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ കാണുന്നത്. അന്ന് അങ്ങനെ ആയിരുന്നില്ല, അന്നൊരു പുതുമയായിരുന്നത്. അത് കറക്റ്റായിട്ട് പ്ലേ ചെയ്തു. മേനോൻ സാർ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക.
അപ്പം ആൾമോസ്റ്റ് സിങ്കാ. ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഹരി ഇറങ്ങി അകത്തു. ഹരി പറഞ്ഞാൽ ഇത് തമ്പി ചെയ്ത പണിയാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇങ്ങനെ അപ്പോൾ പുള്ളി ഇങ്ങനെ ബുക്ക് വാങ്ങിച്ചെല്ലാം മറിച്ച് നോക്കി. വേറെ ഒന്നിനും ഷോട്ട് ഇടാൻ പറഞ്ഞു. അതിട്ടു. അതിനും ഹരി കറക്റ്റ് ആ കൗണ്ട് വെച്ച് പ്ലേ ചെയ്തപ്പോൾ കറക്റ്റായിരുന്നു. ഇത് കൊള്ളല്ലോ, ഇത് ഗംഭീരമാണല്ലോ, ഇനിയിപ്പോൾ വളരെ എളുപ്പമല്ലേ ഡബ് ചെയ്യാൻ എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ആ ഡബ്ബിങ് വളരെ എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ഡബ്ബിങ് എല്ലാം കഴിഞ്ഞു. ആ പടം റിലീസാവുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് തന്നെയാണ് അതിൻ്റെ ഒരു ഫൈനൽ വർക്ക് വന്നപ്പം. അന്ന് തിരുവനന്തപുരത്താണ് ബാലചന്ദ്രൻ സാറിൻ്റെ സിനിമകളുടെ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് നടക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങും എഡിറ്റിങ്ങും എല്ലാം അന്ന് ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ എഡിറ്റർ. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമകളിലെല്ലാം ഹരിഹരപുത്രനായിരുന്നു എഡിറ്ററായത്. അപ്പോൾ അദ്ദേഹമായിരുന്നു നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിൽ കയറി തിരുവല്ലത്തിറങ്ങി നടന്നൊക്കെയാണ് പലപ്പോഴും ചിത്രാഞ്ജലി വന്നിട്ടുള്ളത്. ചിലപ്പം രാത്രി ഒരു ദിവസം ഇതുപോലെ രാത്രി വർക്കെല്ലാം കഴിഞ്ഞു. അപ്പം മറ്റു പലരും വന്ന് ചിത്രാഞ്ജലിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഗോപി രായനൊക്കെ ചിത്രാഞ്ജലി തന്നെ റൂമുണ്ട് താമസിക്കും. അപ്പോൾ അവിടെ അധികം റൂമൊന്നുമില്ല. അപ്പം ഡബ്ബിങ് കഴിയുമ്പോൾ ചിലപ്പോൾ 9-10 മണിയൊക്കെ ആവും. ആ സമയത്ത് ആ കുന്നിറങ്ങി നടന്ന് തിരിച്ച് തിരുവല്ലത്ത് വന്ന് ചിലപ്പം ബസ് കിട്ടും. ഒരു ദിവസം നോക്കുമ്പോൾ ബസ്സില്ല. തിരുവല്ല മുതൽ പെരുന്നാളിന് വരെ നടന്ന് രാവിലെ വെളുപ്പിന് വീട്ടിൽ എത്തിയ അവസാനം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ കഴിഞ്ഞ് ഈ പടം റിലീസിന് മുമ്പായിട്ട് മദ്രാസിൽ കുറച്ച് അന്ന് ഈ ഗ്രാഫിക്സ് വർക്കിൻ്റെ കാലമൊന്നുമല്ല, അന്ന് ഈ ഒപ്റ്റിക്കൽ വർക്ക് എന്ന് പറയും. ഈ ടൈറ്റിലും അതുപോലെ ചില ഡിസോൾവ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻട്രോവൽ കാർഡ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ഒപ്റ്റിക്കൽ വർക്കുകളുണ്ടാവും. അപ്പോൾ അതിന് എന്നോടാണ് പറഞ്ഞത് ഇത്രയും ഒപ്റ്റിക്കൽ വർക്കുണ്ട്. അപ്പോൾ പുത്രൻ ഞാനൊരു നല്ലൊരു അടുപ്പമായി എഡിറ്ററായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ട് ഞാനാണ് അതും കൊണ്ട് പ്രസാദ് സ്റ്റുഡിയോയിലാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ വർക്കൊക്കെ. അപ്പോൾ അത് ഞാനാണ് മദ്രാസിൽ പോയി ചെയ്തൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആ സിനിമയിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ സിനിമ റിലീസായി. അപ്പം ബാലചന്ദ്രൻ സാറിന് ഭയങ്കര ടെൻഷനായിരുന്നു ആ സിനിമ റിലീസ്, എങ്ങനെ ആൾക്കാർ സ്വീകരിക്കും. അദ്ദേഹം പ്രധാന വേഷം, നായിക പുതുമുഖം. അപ്പോൾ അതുകൊണ്ടൊക്കെ അപ്പം അഡ്രൂബാസിയാണെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അപ്പം അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും കേരളത്തിലെ പല തിയേറ്ററുകളിലേക്ക് അയച്ചു, തിയേറ്റർ റെസ്പോൺസ് അറിയാൻ വേണ്ടി. അന്ന് ഈ സോഷ്യൽ മീഡിയയോ അങ്ങനെയുള്ള സംഭവങ്ങളോ മൊബൈലോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് പോയി സിനിമ കാണാനാണ്. തിരുവനന്തപുരത്ത് പാർത്ഥാസ് എന്ന തിയേറ്ററിലാണ് പടം റിലീസ് ചെയ്തത്. ഇന്ന് ആ തിയേറ്റർ ഇല്ല. പാർത്ഥാസ് അവരുടെ ടെക്സ്റ്റൈൽസിൻ്റെ മുകളിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, പാർത്ഥാസ് തിയേറ്റർ. ആ തിയേറ്ററിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബാലേന്ദ്ര മേനോൻ എൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ, അന്ന് ബാലേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞാൽ തിയേറ്ററുകാർക്ക് തന്നെ ഒരു വലിയ ബഹുമാനമാണ്. കാരണം അത്ര ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുന്നൊരു ഡയറക്ടർ. അപ്പോൾ ആ വലിയ സ്വീകരണമാണ് അസിസ്റ്റൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ ആ സിനിമ ഭയങ്കര ഗംഭീര റെസ്പോൺസായിരുന്നു. കേരളത്തിലുടനീളം ഏറ്റവും നല്ല റെസ്പോൺസ് വന്നു. അങ്ങനെ പടം ഒരു വലിയ സൂപ്പർ ഹിറ്റായി മാറി. അപ്പോൾ അന്ന് ബാലേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പടമേ ഉള്ളൂ, ഈ പടം വർക്ക് ചെയ്താൽ വേറെ നോക്കിക്കോളണം, എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പം അടുത്ത പടം ചെയ്യാൻ പറ്റില്ല, വേറെ ആരെങ്കിലും കണ്ടെത്താം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് എൻ്റെ വീട്ടിലൊരു ഫോണുണ്ട്. അത് ഈ ശങ്കറിനറിയാം, എൻ്റെ നമ്പർ അറിയാം. ശങ്കർ ഇടയ്ക്ക് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് പോയ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞിങ്ങനെ, നിന്നെ ഇങ്ങനെ ബാലേന്ദ്രൻ മേനോൻ്റെ അവിടെ നിന്ന് വിളിച്ചിരുന്നു, ഗീത്ത് ഹോട്ടലിൽ പോയി അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് നേരെ ഹോട്ടൽ ഗീത്തിൽ ചെന്നപ്പോൾ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ രായൻ, ഗോപി അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ, എന്താ തമ്പി എന്താ പരിപാടി? ഞാൻ പറഞ്ഞ സാർ വീട്ടിലുണ്ടായിരുന്നു, സാർ വിളിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ വിളിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഞാൻ തമ്പിയോട് പറഞ്ഞിരുന്നില്ലേ ഈ പടം കഴിഞ്ഞാൽ ഇനി പറ്റില്ല, വേറെ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോൾ തമ്പി എൻ്റെ പെർമനൻ്റ് അസിസ്റ്റൻ്റായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ സിനിമകളിലും തമ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യും. അപ്പോൾ എനിക്കത് ഏറ്റവും, കാരണം ഞാൻ ഏറ്റവും ആഗ്രഹിച്ചതും അദ്ദേഹത്തെ പോലുള്ള ആളോട് വർക്ക് ചെയ്യാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തതായിരിക്കാം, ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കായാലും ഒരു ആക്ടർ എന്ന നിലയ്ക്കായാലും പല രീതിയിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിട്ടുള്ളത് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു പരിചയമാണ്. അന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി. ഈ സിനിമ കഴിഞ്ഞു, അടുത്ത ഏപ്രിൽ 18 കഴിഞ്ഞ് അദ്ദേഹം അടുത്ത് ചെയ്ത ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല എന്ന സിനിമയാണ്. അതിൽ അദ്ദേഹത്തോടൊപ്പം അന്ന് ഒരു സ്റ്റാർഡമുള്ള ആക്ടറായിരുന്നു ശങ്കർ അതിലൊരു പ്രധാന വേഷം ഉണ്ടായിരുന്നു. അതുപോലെ ലക്ഷ്മിയും ശ്രീവിദ്യയും പ്രധാന വേഷങ്ങളിലായിരുന്നു ആ സിനിമ. അത് കഴിഞ്ഞ് അടുത്തത് പൈങ്കിളി കഥയിൽ മൗസാറായിരുന്നു പ്രധാന കഥാപാത്രം.
മൗസാറും അങ്ങനെയുള്ള ആൾക്കാരുള്ള ആ സിനിമ വർക്ക് ചെയ്യാൻ പറ്റി. ആ പൈങ്കിളി കഥ തന്നെയാണ് തമിഴിലേക്ക് അദ്ദേഹത്തിന് റീമേക്ക് ചെയ്യാൻ പറ്റിയത്, ശിവാജി ഗണേശനെ വെച്ച് തായ്ക്കൊരു താലാട്ടം എന്ന പേരിൽ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444422. അപ്പോൾ പൈങ്കിളി കഥ കഴിഞ്ഞ് അടുത്ത സിനിമ എന്ന് പറയുന്നത് മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ അതിലൊരു നായിക, ആ നായിക കഥാപാത്രമായിട്ട് ബോംബെയിൽ നിന്നൊരു കുട്ടിയാണ് വന്നത്. ആ കുട്ടി വന്ന് അഭിനയിക്കാൻ എനിക്ക് ഒരു രക്ഷയുമില്ല. ആ കുട്ടിക്ക് മലയാളം ഒരു കാരണവശാലും വഴങ്ങുന്നില്ല, ഒരു ഡയലോഗും പറയാൻ പറ്റുന്നില്ല. 1-2 ദിവസം ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ശ്രമിച്ചു, രക്ഷയില്ല. ആ പാടെ എല്ലാവരും ഡെസ്പായി, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഇതെന്താ പറ്റുക, ഇങ്ങനെ എന്ത് ചെയ്യും? ആ കുട്ടിയെ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി. കുട്ടിയെ തിരിച്ചയച്ചു. പിന്നെ ആരെ അടുത്ത്, കാരണം ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു, 1-2 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോഴാണ് ഒരു ചർച്ച വന്നപ്പം പൈങ്കിളി കഥ എന്ന സിനിമ, ആ സിനിമയിൽ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമകളിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു പാർട്ടി രംഗങ്ങളോ ഫങ്ഷൻ രംഗങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയാണ് അദ്ദേഹം വിളിക്കുക. അങ്ങനെ ഒരു വലിയൊരു സുഹൃത്ത് വലയമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ന് ഈ ഓരോ ഡയറി, ഒരു 5 ഡയറിയും കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ ജില്ലകൾക്കും പ്രത്യേകം ഡയറിയുണ്ട്. ഇപ്പോൾ എറണാകുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ആൾക്കാരുടെ എല്ലാം ഫോൺ നമ്പർ അതിനകത്തുണ്ടാവും. അദ്ദേഹം എറണാകുളത്തുണ്ടെങ്കിൽ അദ്ദേഹം ചെന്ന ഉടനെവരെയൊക്കെ പലരെയൊക്കെ ഒന്ന് വിളിച്ച് അവരായിട്ടൊക്കെ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ മദ്രാസിന് പ്രത്യേകം ഡയറി, ബോംബെക്ക് പ്രത്യേകം ഡയറി, തിരുവനന്തപുരത്തിന് പ്രത്യേകം ഡയറി. അപ്പോൾ ഇങ്ങനെ ഈ പൈങ്കിളി കഥയിൽ അതിലൊരു ഫംഗ്ഷനുണ്ട്. മൗസാറിൻ്റെ ഒരു ഷഷ്ടിത്വ പൂർത്തി ആഘോഷം, മൗസാറിൻ്റെ ഒരു ഷഷ്ടിത്വ പൂർത്തി ആഘോഷത്തിൻ്റെ ഒരു സീനുണ്ട്. അതിലിങ്ങനെ കുറേ ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു സുഹൃത്ത്, ഒരു ക്യാപ്റ്റൻ PKR നായരും അദ്ദേഹത്തിൻ്റെ കുടുംബവും വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളാണ് അവർക്ക്. അവർ വന്നപ്പോൾ അതിലൊരു കുട്ടി, ഇളയൊരു കുട്ടി, സുനന്ദ എന്ന കുട്ടിയുടെ പേര്, വളരെ സ്മാർട്ടായിരുന്നു. എല്ലാവരുമായിട്ടൊക്കെ വളരെ, അപ്പം ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് അതിനെല്ലാം ഇൻവോൾവ് ചെയ്യുന്നു. ഭയങ്കര രസമായിട്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരു കുട്ടി. എല്ലാവരും ആ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനൊരു നായികയുടെ ആവശ്യം വന്നപ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ച വന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് ആ കുട്ടിയെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ അത് സിനിമ കഴിഞ്ഞു, സിനിമ റിലീസ് ചെയ്തു. പക്ഷേ അങ്ങനെ അന്ന് ആൾക്കാർ ശ്രദ്ധിച്ചെങ്കിലും ആ കുട്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. PKR നായർ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി ഒന്നും കൂടെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൈങ്കിളി കഥയുടെ ഈ റീല് മാത്രം അവിടുന്ന് അത് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് ചിത്രാഞ്ജലി കൊണ്ടിട്ട് ആ റീലൊന്ന് പ്ലേ ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു. പ്ലേ ചെയ്ത് കണ്ടപ്പോൾ ഈ സീനില്ല. അപ്പം ആ കുട്ടിയെ ക്ലോസപ്പ് പോലും ഇല്ല. കാര്യം ഈ ക്രൗഡിൽ ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് വളരെ സ്മാർട്ടായിട്ടൊരു കുട്ടിയാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചാലോ, പക്ഷേ കുട്ടി അഭിനയിക്കുമോ, ഒരു നായികയായിട്ട് എങ്ങനെ വരും എന്നൊക്കെ കാര്യത്തിലൊന്നും ഒരു ഉറപ്പില്ല. അങ്ങനെ ക്യാപ്റ്റൻ PKR നായരെ ബാലേന്ദ്ര മേനോൻ സാർ എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഒരു പുതിയ സിനിമയിലേക്ക് ഒരു നായികയായിട്ട് നിങ്ങളുടെ മകളെ ഒന്ന് പരിഗണിക്കണമെന്നുണ്ട്, ഒരു സ്ക്രീൻ ടെസ്റ്റും ഒന്ന് ചെയ്യാൻ പറ്റുമോ? പുള്ളി ഭയങ്കര ഹാപ്പിയായി. പുള്ളി ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷേ ആ മകള് ഡെഡ് അഗെയിൻസ്റ്റായി. ഒരിക്കലും ഞാൻ ചെയ്യില്ല, സിനിമ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നുള്ള. അന്ന് വന്നതുപോലെ അല്ലല്ലോ, അതൊരു ഫാമിലി ഇതിന് വന്ന് അയ്യോ എനിക്കത് പറ്റില്ല. അവർ ടെന്നീസ് പ്ലെയർ ആയിരുന്നു, മാത്രമല്ല അന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻ PKR നായർ നിർബന്ധവും പിന്നെ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമയാണെന്നുള്ളതുകൊണ്ടും അവസാനം അവർ സമ്മതിച്ചു. പറഞ്ഞു ഈ ഒരു സിനിമയെ മാത്രം, പിന്നെ ഞാൻ ഇതിൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ അവരെല്ലാം സമ്മതിച്ചിട്ടാണ് ആ കുട്ടി മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന സിനിമയിൽ അഭിനയിച്ചത്. ആ കുട്ടിയുടെ പേര് സുനന്ദ എന്നായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി ആ കുട്ടിയുടെ പേര് മാറ്റി ആ പേരാണ് കാർത്തിക. അപ്പോൾ കാർത്തിക ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡയലോഗ് പറയുമ്പോഴേ പറയാം അയ്യോ എനിക്കിതൊന്നും അറിയില്ല നിങ്ങൾ. പക്ഷേ വളരെ തന്മയത്വമായിട്ടാണ് കുട്ടി അഭിനയിച്ചത്. ഒരിക്കലും വളരെ നാച്ചുറലൊരു ആക്ടിങ് ആയിരുന്നു കുട്ടിയുടെ. അപ്പോൾ നമുക്കൊക്കെ തോന്നി. അപ്പോൾ അതുപോലെ മേക്കപ്പ് മാൻ വന്ന് ബാലേന്ദ്ര മേനോൻ സാറിന് പറഞ്ഞു ഈ കുട്ടി അഭിനയിക്കുമോ, കുട്ടിക്ക് ഒരു താല്പര്യമില്ല മേക്കപ്പ് ആയിരുന്നിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അഭിനയത്തോടൊട്ട് ഇഷ്ടമുള്ള ആളായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ ഇനി അഭിനയിക്കത്തില്ല, ഇത് എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞ ഉടനെ പത്മനാഭൻ സാറിൻ്റെ സിനിമയിലൂടെ
വീണ്ടും അഭിനയത്തിലേക്ക് വന്നു. ഒരു സമയത്ത് മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ഹീറോയിനായി കാർത്തിക മാറി. ആ കാർത്തികയുടെ അവസാന സിനിമ എൻ്റെ ആദ്യ സിനിമയാണ്. ഡേവിഡിലാണ് കാർത്തിക. അത് കാർത്തിക അഭിനയം മതിയാക്കി കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ സിനിമ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വന്നൊരു കഥാപാത്രം അവതരിപ്പിച്ചു. അതായിരുന്നു കാർത്തികയുടെ അവസാനത്തെ സിനിമ. അപ്പോൾ മണിച്ചപ്പ് തോന്നപ്പോൾ എന്ന സിനിമയ്ക്ക് അതിലൂടെ ഒരു നായിക, അത് വളരെ ആക്സിഡൻ്റലായിട്ടാണെന്ന് പറയാം. നേരത്തെ തീരുമാനിച്ചതല്ല. നേരത്തെ തീരുമാനിച്ച നായികയെ മാറ്റിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചൊരു നായികയിലേക്ക് വന്നു. അതാണ് മണിച്ചപ്പ് തോന്നപ്പോൾ എന്ന സിനിമയുടെ ഒരു അനുഭവം. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ രണ്ടാമത് മനു സാറിൻ്റെ അടുത്ത കുറേ സിനിമകൾ വീണ്ടും വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ് പടത്തിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു. അദ്ദേഹം തമിഴ് സിനിമ ചെയ്യാൻ പോയപ്പോഴത്തേക്കും എനിക്കൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിലാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഞങ്ങൾ ഒന്നിച്ച് ആദ്യ സിനിമയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനും കമലും തമ്മിൽ. നേരത്തെ ഒരു ഈ വഴി മാത്രം എന്ന സിനിമയിൽ ഞാനും കമലും ഒന്നിച്ച്, കമൽ അസോസിയേറ്റ്, ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, രവിപുത്തൻ എന്ന ഡയറക്ടറുടെ. അപ്പോൾ അങ്ങനെ കമലിൻ്റെ ഒരു ആദ്യമായിട്ട് സിനിമ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് കുറേ നാൾ മദ്രാസിലുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും കമൽ പറയും, ആദ്യം എനിക്കാണ് സിനിമ കിട്ടണമെങ്കിൽ തമ്പി എന്നോട് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യണം, തമ്പിയാണ് ആദ്യ സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ തമ്പിയോട് അസോസിയേറ്റ് വർക്ക് ചെയ്യും എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെയാണ് കമലിൻ്റെ ആദ്യത്തെ സിനിമ ആ സമയത്താണ് സംഭവിക്കുന്നത്, മെഴുനീർ പൂവുകൾ എന്ന സിനിമ. ഈ മനുഷ്യപ്പ് തോന്നപ്പോൾ എന്ന സിനിമ കഴിഞ്ഞിട്ട് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ഗോപി ഒരു സിനിമ ചെയ്യുന്നത്. ഗോപിക്ക് ഒരു സിനിമ കിട്ടുന്നു. അത് ബാലേന്ദ്ര മേനോൻ സാറാണ് അതിൻ്റെ ഹീറോ, വേണു നാഗവള്ളിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ ആ സിനിമ ദൈവത്തെ ഓർത്ത് ബാലേന്ദ്ര മേനോൻ സാർ അതിനകത്ത് പ്രധാന വേഷമുണ്ട്, നസീർ സാർ അതിലൊരു പ്രധാന വേഷമുണ്ട്. കുട്ടനാടായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അതിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അതിനകത്തൊരു നല്ലൊരു അനുഭവം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് പ്രേംനസീറുമായിട്ട് ബന്ധപ്പെട്ടൊരു അനുഭവമാണ്. അപ്പോൾ നസീർ സാറിനെ സംബന്ധിച്ചോളം നസീർ സാർ ഇത്രയും ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ആക്ടറെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അത്രത്തോളം അദ്ദേഹം പക്ക പ്രൊഫഷണൽ ആക്ടറാണ്. ഏത് രീതിയിലായാലും ആ ഒരു പ്രോജക്റ്റിനോട് എത്രയും താതാത്മ്യം പ്രാപിച്ച് അതിനോട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം അന്ന് കുട്ടനാടാണ് അന്ന് ഷൂട്ടിങ്. അപ്പം അദ്ദേഹം താമസിക്കുന്നത് കൽപ്പകവാടി എന്ന് വർഗീസ് വൈദ്യൻ്റെ, അദ്ദേഹം വർഗീസ് വൈദ്യൻ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ വീടുണ്ട് അവിടെയാണ് നസീർ സാർ താമസം. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ അമ്പലപ്പുഴയും ആലപ്പുഴയൊക്കെ ആയിട്ടാണ് ഞങ്ങളെല്ലാം ബാക്കി എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ നസീർ സാർ അങ്ങനെ ഒരു സിനിമയ്ക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും ചോദിക്കാത്ത ഒരാളാണ്. അദ്ദേഹം ഡേറ്റ് കൊടുത്താൽ ഡേറ്റ് കൃത്യമായിട്ട് അദ്ദേഹം അഭിനയിക്കും, അത് കഴിഞ്ഞ് അദ്ദേഹം പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഗോപിയുടെ അടുത്ത് പറഞ്ഞിങ്ങനെ, ഗോപി എനിക്ക് ഒരു ദിവസം എന്നെ ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുമോ? മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മകളെന്ന് കോഴിക്കോട് താമസമുണ്ട്. മകളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നാട്ടിലുള്ള സ്ഥിതിക്ക് ഡാഡി വന്നാൽ കൊള്ളാമെന്നിങ്ങനെ ആഗ്രഹം മകൾ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്നെ ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തലേദിവസം വൈകുന്നേരം ഇവിടെ നിന്ന് പോയി കോഴിക്കോട് പോയി പിറ്റേ ദിവസം അറ്റൻഡ് ചെയ്തിട്ട് അന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്താം, ഒരേ ഒരു ദിവസത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വെച്ചു. അപ്പോൾ പക്ഷേ അദ്ദേഹം അന്ന് ചോദിച്ച ദിവസം കുറേ കോമ്പിനേഷൻസും കുറേ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ, സാർ ആ ദിവസം സാർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഭയങ്കര പ്രൊഫഷണലാണ്. പുള്ളി നോ പ്രോബ്ലം, നിങ്ങൾ ഷൂട്ടിങ്ങാണ് പ്രധാനം, ഞാൻ വിളിച്ച് പറഞ്ഞോളാം അവളോട്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയില്ല. ആ ദിവസം അദ്ദേഹം അവിടെ ഉണ്ട്. നിർഭാഗ്യവശാൽ അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഷൂട്ടിങ് വെച്ചിരിക്കുന്നത്. പകൽ ഞങ്ങൾ ഒരു ഔട്ട്ഡോർ വർക്കാണ് രാവിലെ വെച്ചത്. അതൊരു 12 മണിക്ക് തീരേണ്ട ഒരു സീക്വൻസാണ് അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കുറച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കോമ്പിനേഷനൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞ് നസീർ സാറുമായിട്ടും ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാം കോമ്പിനേഷനിലുള്ള സീനാണ് എടുക്കേണ്ടത്. അപ്പം പക്ഷേ ഇത് ഔട്ട്ഡോർ പോയി അന്ന് മഴയും പിന്നെ ലൈറ്റ് വേരിയേഷനും എന്തു പറയാൻ, അത് 11-12 മണിക്ക് തീരേണ്ട ഷൂട്ടിങ് അന്ന് ഫുൾ എടുത്താലും തീരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ പ്രാക്ടിക്കലി നസീർ സാറിന് അന്ന് വർക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് മൊബൈലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നസീർ സാർ താമസിക്കുന്ന കുറച്ച് ദൂരെ കൽപ്പവാടിയിലാണ്. അപ്പോൾ ഈ വിഷയം നസീർ സാറിനെ അറിയിക്കണമല്ലോ. അപ്പോൾ ഉച്ചയായോടൊരു ബോധ്യമായി, കാരണം ഈ സീൻ തീരില്ല, ഇന്ന് നസീർ സാറിൻ്റെ സീൻ എടുക്കാൻ പറ്റില്ല. അന്നാണ് നസീർ സാറ് ആകെപ്പാട് ചോദിച്ചൊരു ദിവസം, ഒരു ദിവസം ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു ദിവസമാണ് ഈ സംഭവം. അവസാനം ഡയറക്ടർ ഗോപി എന്നോട് പറഞ്ഞു, തമ്പി ഒന്ന് പോയി
നമുക്ക് പ്രൊഫഷന്മാരെ ഇവിടെ ഉണ്ട്, തമ്പി എന്നൊന്ന് പോയി നസീർ സാറിനോട് പറയണം, ഇന്ന പ്രശ്നം കൊണ്ടാണ് നമുക്ക് പറ്റാത്തത്. അപ്പോൾ എനിക്ക് ആ പാട്ട് ടെൻഷനായി. കാരണം എനിക്കറിയാം നസീർ സാർ ചോദിച്ചപ്പം ഞാൻ സാക്ഷിയാണ് ഇങ്ങനെ ഒരു ദിവസം അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചത്. അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ ഞാൻ ആ ലൊക്കേഷനിൽ നിന്ന് നേരെ, അപ്പം ആ ലൊക്കേഷനിൽ എത്തണമെങ്കിൽ ഒരു വള്ളത്തിൽ കയറിയൊക്കെ വേണം അകത്ത് പോകാൻ. ആ വള്ളത്തിൽ കയറിക്കര വന്ന് ഇവിടെ നിന്നൊരു വണ്ടിയൊക്കെ എടുത്ത് നേരെ കൽപ്പവാടിയിൽ വന്നു. വന്നപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30 മണിയായി കാണും. അപ്പോൾ നസീർ സാർ ഒരു താമസിക്കുന്ന ഒരു കോട്ടേജ്, ആ കോട്ടേജിൻ്റെ മുകളിലൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോഴേ കണ്ടു നസീർ സാറുടെ ബാൽക്കണിയിൽ നിന്ന് അദ്ദേഹം അന്ന് ആ സമയത്ത് ഒരു പൊളിറ്റിക്സിലോട്ടൊക്കെ കയറുന്നൊരു സമയമാണ്, കയറാനുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ സമയമാണ്. അപ്പം അദ്ദേഹം വരുമ്പോൾ രാവിലെ സെറ്റ് വരുമ്പോൾ ഒരു കെട്ട് പത്രമായിട്ടാണ് വരുന്നത്. മലയാളത്തിലെ എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടാവും. അതിങ്ങനെ ഫ്രീ ടൈമിലെല്ലാം ഈ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തെ ഒരു കറണ്ട് പൊളിറ്റിക്സിനെ പറ്റി മനസ്സിലാക്കാനായിരിക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു പത്രമൊക്കെ ഇങ്ങനെ വായിച്ചിവിടെ ഇങ്ങനെ മുകളിലൊരു ചാരു കസേരി കിടക്കുക. അപ്പോൾ എന്നെ ഇങ്ങനെ ദൂരെ നോക്കി ഞാനിങ്ങനെ അകത്ത് കയറി മുകളിൽ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിൽ ചെന്ന് പറഞ്ഞു, എന്താ തമ്പി? ഞാൻ സാർ ഇങ്ങനെ ഇന്ന് എൻ്റെ വർക്ക് ഉണ്ടാവില്ലല്ലേ? ഇതാണ് എടുത്ത് വായിച്ച് വെച്ചത്. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നി, കാരണം അന്തരീക്ഷമൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഇടയ്ക്ക് മഴയൊക്കെ ഒന്ന് ചാറി, പിന്നെ സ്കൈയൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കുന്നു, ഇങ്ങനെ ലൈറ്റില്ല. എനിക്ക് തോന്നി നടക്കില്ല എന്ന്. അത് പറയാൻ വേണ്ടി വന്നതാണല്ലേ എന്ന് വെച്ചു. ഞാൻ അല്ല സാർ, അങ്ങനെ നോ പ്രോബ്ലം, കുഴപ്പമില്ല, ഒന്ന് കിടന്ന് ഉറങ്ങാമല്ലോ. ഞാനിപ്പം വർക്കുണ്ടെന്ന് വെച്ച് ഞാൻ ഊണ് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ലൊക്കേഷന് വരാൻ വേണ്ടി. കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ, ഉറങ്ങാമല്ലോ. ഞാൻ സാധാരണഗതിയിൽ മറ്റൊരാളായിരുന്നെങ്കിൽ, വേറൊരു ആർട്ടിസ്റ്റായിരുന്നെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിച്ചേനെ. കാര്യം ആപ്പാട് ജീവിതത്തിൽ ദിവസം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചിട്ട് ആ ദിവസം അദ്ദേഹത്തിന് ഷൂട്ടിങ് നടന്നില്ല. പക്ഷേ വളരെ ഇതായിട്ട്, വളരെ കൂളായിട്ട് സാറ്. അപ്പോൾ എനിക്ക് തോന്നി അതാണ് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ദൈവത്തോളത്തിലുണ്ട്. അതുപോലെ തന്നെ ആ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച കൊട്ടാരക്കര ചേട്ടനാണ്. കൊട്ടാരക്കര ചേട്ടനെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. എൻ്റെ അമ്മയുടെയൊക്കെ ഒരു വെരി ഡിസ്റ്റൻറ്റ് റിലേറ്റീവും കൂടിയാണ് അദ്ദേഹം. പക്ഷെ അങ്ങനെയുള്ള വിവരമൊന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ അമ്മ എന്നോട് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറഞ്ഞു വന്നാൽ ഇങ്ങനെ ഒരു വലിയ ബന്ധമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ കൊട്ടാരക്കര ചേട്ടനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ സിനിമ കഴിഞ്ഞ് വേറൊരു ഗ്യാപ്പ് വന്നു അദ്ദേഹത്തിന്. ആ സമയത്താണ് ഞാൻ കമലിൻ്റെ കൂടെ തന്നെ കമലിൻ്റെ അടുത്തൊരു സിനിമ, ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമ, കമലിൻ്റെ 2ാമത്തെ സിനിമ. അത് കൊടൈക്കനാലിലാണ് ആ സിനിമ മെയിൻ ലൊക്കേഷൻ. അതിൽ മോഹൻലാൽ തന്നെയാണ്, കുറേ കുട്ടികളും, കാർത്തികയാണ് നായിക, തിലകൻ ചേട്ടൻ അതിലൊരു പ്രധാന കഥാപാത്രമുണ്ട്. അതിൽ നല്ല രസകരമായ ഒരു അനുഭവം ഉണ്ട് ആ സിനിമയെ സമയത്ത്.